ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. കറി ഉണ്ടാക്കുന്നതിനായി ആദ്യം ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്കയിൽ ആ വഴുവഴുപ്പ് പോകത്തില്ല. വെണ്ടയ്ക്ക നന്നായിട്ട് മൊരിഞ്ഞു വരണം. വെണ്ടയ്ക്ക നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. വെണ്ടയ്ക്ക കോരി മാറ്റിയതിന് ശേഷം ഈ ബാക്കി കിടക്കുന്ന വെളിച്ചെണ്ണ തന്നെ നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് മതി. എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ അളവ് 1/4 ടീസ്പൂണിലും താഴെ മതിയാവും. ഉലുവ മൊരിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചുവന്നുള്ളി നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 6-7 ഉള്ളി തന്നെ മതിയാവും. അതിൻ്റെ കൂടെ തന്നെ 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 1 തന്നെ മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളക് നെടുകെ കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം ഒരുമിച്ച് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂണിലും കുറവ് മാത്രം മതി മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഒരൽപ്പം കായപ്പൊടി. ഇവയെല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതുപോലെ മസാലപ്പൊടികൾ വറുക്കുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്കൊരു കയ്പ്പ് രസമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് മസാലപ്പൊടികൾ കറിയിൽ ചേർക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ തീ മാത്രം ഉപയോഗിച്ച് അത് വറുത്തെടുക്കാൻ ശ്രമിക്കുക. പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം അത് മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, നമ്മൾ വറുത്തുകോരി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ വെണ്ടയ്ക്ക എടുത്ത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലകളൊക്കെ ആ വെണ്ടയ്ക്കയിൽ പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മസാലകളൊക്കെ നല്ലപോലെ വെണ്ടയ്ക്കയിൽ പിടിച്ചതിന് ശേഷം അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ കട്ട തൈരാണ് ഉണ്ടായിരുന്നത്. ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ തൈരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഒഴിച്ചതിന് ശേഷം ഈ കറി തിളയ്ക്കാൻ പാടില്ല. കറി ചൂടായി കിട്ടുന്നത് വരെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ചോറിൻ്റെ കൂടെ ഈ കറിയും കൂട്ടി കഴിക്കുമ്പോഴേക്കും ഒരു പപ്പടവും കൂടെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
വെണ്ടയ്ക്ക കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ വെണ്ടയ്ക്ക മോര് കറി. നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.